ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2237. ഇന്ന് ഫെബ്രുവരി മാസം 14-ാം തീയതി, 45-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു പറഞ്ഞതാണ്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വചനത്തിലേക്ക് എത്തുമ്പോൾ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വീണ്ടും പറയുന്നുണ്ട്, തുടർന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും. ശരിക്കും ഈ കേൾവി എന്ന് പറയുന്നത് ചെവിയുമായി ബന്ധപ്പെട്ട് മാത്രമാണോ? അല്ല. പിന്നെ അത് ഹൃദയവുമായി ബന്ധപ്പെട്ടാണെന്ന് വേണമെങ്കിൽ ലളിതമായി പറയാം. കാരണം ഹൃദയത്തിന്റെ ചില അപാകതകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലതും കേൾക്കാതെ പോകുന്നത്. കേൾക്കേണ്ടതായ പലതും നമ്മൾ എങ്ങനെയോ കേൾക്കാതെ പോകുന്നുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? കുറെ കൂടി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു ശ്രദ്ധയുള്ള മനുഷ്യരായി മാറണ്ടേ? ഈ ശ്രദ്ധയിൽ നിന്നാണ്, ഈ കേൾവിയിൽ നിന്ന് ശ്രദ്ധയിൽ നിന്ന് കുറച്ചുകൂടി ജാഗ്രതയും രൂപപ്പെടണ്ടേ? പറയുമ്പം നമ്മളിങ്ങനെ എല്ലാം കേൾക്കുന്നുണ്ടാവും, വളരെ കാര്യമായിട്ട് ആവർത്തിച്ച് കേൾക്കുന്നുണ്ടാവും. പക്ഷെ അത് കയ്യിലുള്ള സെൽഫോൺ ഇങ്ങനെ ചെവിയോട് ചേർത്ത് പിടിച്ചിട്ടാണ്. അതല്ല, പരിസരത്തെ ശബ്ദങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാറുണ്ടാവും. ഒപ്പം വസിക്കുന്ന മനുഷ്യരുടെ ഹൃദയമിടിപ്പുകൾ നമ്മൾ കേൾക്കാറുണ്ടോ? ഒന്ന് തൊട്ടറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തുമാത്രം നിലവിളികളിലൂടെയാവാം ഒപ്പമുള്ള മനുഷ്യർ തങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ വലിച്ചഴച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കുറെ കൂടി ഒരു ധാരണ ജീവിക്കുന്നിടത്തെക്കുറിച്ച് ഓരോരുത്തരും ഒന്ന് രൂപപ്പെടുത്തണ്ടേ? പതിയെ സുറിയാനി സഭ അതിൻ്റെ വലിയൊരു പ്രാർത്ഥനാ കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, വലിയ നോമ്പാണ്, നമ്മളും കുറെ കൂടി ഒന്ന് ഒരുങ്ങണ്ടേ, ഉണരണ്ടേ, ഒരു ജാഗ്രതയിലേക്ക് എത്തണ്ടേ? കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ക്രിസ്തുയേശു പറയുമ്പോൾ, വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കും പറഞ്ഞു വെക്കാം, എനിക്ക് ചെവിയില്ല, ഞാനതുകൊണ്ട് കേൾക്കുന്നില്ല. എന്നാൽ എൻ്റെ ഹൃദയം കൊണ്ട് എല്ലാത്തിനെയും ഒന്ന് ഒപ്പിയെടുക്കാനായിട്ട്, കാണാനും കേൾക്കാനും സ്പർശനത്തിലൂടെ തിരിച്ചറിയാനൊക്കെ ആയിട്ട് എന്നെ ഒന്ന് പാകപ്പെടുത്തണ്ടേ? അങ്ങനെയാണ് ഞാൻ കുറേയും കൂടി ഒരു നല്ല മനുഷ്യനായി മാറേണ്ടത്. നല്ലൊരു അപ്പനായി, അമ്മയായി, ജീവിത പങ്കാളിയായി, മക്കളായി, സഹോദരങ്ങളായി, സ്നേഹിതരായി, നല്ല ഗുരുക്കന്മാരായി. അങ്ങനെയാണ് ശരിയായൊരു ക്രിസ്തു ശിഷ്യനായി ഞാൻ രൂപാന്തരപ്പെടേണ്ടത്. ആമേൻ.